കേരളം മുഴുവൻ ഏതാണ്ട് ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 8 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളം മാത്രമല്ല പല നാഷണൽ ചാനൽസുമൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്ത്യ ടുഡേയിൽ അത്തരത്തിലുള്ളൊരു ചർച്ച കണ്ടു. കൂടാതെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കിൽ അർണബ് തന്നെ ചർച്ച ചെയ്യുന്നത് കണ്ടു. കെ.സി. വേണുഗോപാൽ പാരച്യൂട്ട് ചീഫ് മിനിസ്റ്ററാണ്. അതുപോലെ VDS അതായത് VD സതീശൻ പീപ്പിൾസ് CM ആണ്, ജനങ്ങളുടെ CM ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെ കണ്ടു. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവിധ ഗ്രൂപ്പുകൾ പല നാഷണൽ ചാനലുകളെയും സ്റ്റേറ്റ് ലെവൽ ചാനലുകളെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അതിലിപ്പോൾ കേരളത്തിൽ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും ഒക്കെ ഒന്നിക്കുന്ന ഏക കാര്യമെന്ന് പറയുന്നത് VD സതീശൻ ചീഫ് മിനിസ്റ്റർ ആകണം എന്നുള്ളതാണ്. കൂടാതെ നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ മുതൽ യഥാർത്ഥത്തിൽ സി ദാവീദ് വരെ ഇവരെല്ലാവരും തന്നെ വിരുദ്ധ ചേരികളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഇവരെല്ലാവരും ഒന്നിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളതാണ്. ഇതിൽ എന്താണ് വാസ്തവം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊന്ന് പറയണം എന്ന് തോന്നി. ഇത് പറയാൻ നിൽക്കുമ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. എനിക്കിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് 7 മണിക്ക്, ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പേ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ടും തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവും. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ തന്നെ ചിലപ്പോൾ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത് സംഭവിക്കും. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഭൂരിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിൽ പോലും മുഖ്യമന്ത്രി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഇവിടെ മാത്രം അങ്ങനെ ഒരു കാരണവശാലും ഇത് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുൻ KPCC പ്രസിഡന്റുമാരെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഇപ്പോൾ KPCCയുടെ വൈസ് പ്രസിഡന്റുമാരെയും എല്ലാവരെയും ഇന്ന് ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പതുക്കെ ഒന്നും എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നീണ്ടുപോകുമെന്ന് അവർക്കറിയാം. അപ്പോൾ അത്തരത്തിൽ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മാക്സിമം ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി. 43-ലധികം വരുന്ന MLA-മാരുടെ പിന്തുണ നേരിട്ടും 5, 6, 7 പേരുടെ പിന്തുണ ഹൈക്കമാൻഡ് പറയുന്ന ഏത് തീരുമാനവും അനുസരിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും വലിയ മജോറിറ്റി യഥാർത്ഥത്തിൽ KC വേണുഗോപാലിനാണ്. തീരുമാനം പോലും എടുത്തു വച്ചിരിക്കുകയാണ്. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള ഏക തടസ്സമെന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് 2 നടത്തേണ്ടി വരും KC മുഖ്യമന്ത്രിയായാൽ. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഒന്നില്ലെങ്കിൽ ഇരിക്കൂറിലോ അല്ലെങ്കിൽ AD തോമസ് എന്ന് പറയുന്ന ആലപ്പുഴയിലോ ഉള്ള ആളെ രാജിവെപ്പിച്ചിട്ടായിരിക്കും. ഇരിക്കൂറിലാണെങ്കിൽ സജീവ് ജോസഫാണ്, 37,000-ലധികം വരുന്ന ഭൂരിപക്ഷമുണ്ട്. അതുപോലെ AD തോമസ് 20,000-അടുത്ത് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അവർ 2 പേരിൽ ആരെങ്കിലും രാജിവെപ്പിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. പകരൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി കളമൊരുങ്ങുമ്പോൾ അവിടെ ജയിക്കാൻ കഴിയും KCക്ക് എന്നുള്ള കാര്യത്തിൽ പിന്നെയും ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ ഒരു പാർലമെൻറ്റ് സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് KC വേണുഗോപാൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ജയിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ യാഥാർത്ഥ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ 2 പേർക്കും, അതായത് UDF-നും LDF-നും സീറ്റ് കുറയുകയും 1.5 ലക്ഷത്തോളം ഉണ്ടായിരുന്ന വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് 2,97,000-ഓളം ആക്കുകയും ചെയ്തതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും LDF-നും സീറ്റ് കുറയുകയും ഒരേ ഒരു മുന്നണിയായിട്ടുള്ള NDAക്ക് മാത്രം സീറ്റ് കൂടുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അവർ 38 ലക്ഷത്തിലേക്ക് വോട്ട് പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് പ്രതിഫലനം ആലപ്പുഴയിലും ഉണ്ടായി. ആലപ്പുഴയിൽ 100%, ഏതാണ്ട് 98% വരുന്ന വോട്ടുകളുടെ വർധന NDAക്കുണ്ടായി. അപ്പോൾ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഒരു വലിയ തിരിച്ചടിയാകുമോ, ആദ്യമേ തന്നെ ഈ വിജയത്തിന് ഒരു ഗ്ലാനി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവരെയൊക്കെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആ സമയം അല്ലെങ്കിൽ അതിനെങ്ങനെ മറികടക്കാം എന്നുള്ളത് മാത്രമാണ് ആകെ സംശയത്തോടെ കാണുന്നത്. കൂടാതെ KC വേണുഗോപാലിനെ പ്രഖ്യാപിച്ചാൽ ഇവിടെ വലിയ പ്രശ്നമുണ്ടാകുമോ, തെരുവുകളിൽ വലിയ ജാഥകൾ നടത്തുമോ, പ്രതിഷേധ പ്രകടനം ഉണ്ടാകുമോ, ഹൈക്കമാൻഡിന് അത് തിരിച്ചടിയാകുമോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ കൊണ്ടാണ് ഇത് വൈകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ KPCC പ്രസിഡന്റുമാരായിട്ടുള്ള K മുരളീധരനും VM സുധീരനും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം വെച്ച് അവർ VD സതീശനെ അനുകൂലിക്കുമെന്നുള്ളതാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും MM ഹസനും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുമൊക്കെ തന്നെ
കെ സുധാകരനും ഒക്കെ തന്നെ കൃത്യമായി കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞാൽ അതെടുത്ത് നോക്കുമ്പോഴും ഭൂരിപക്ഷം കെ സി വേണുഗോപാലാണ്. പിന്നെ നമ്മൾ എ പി അനിൽകുമാറിൻ്റെയും പി സി വിശ്വനാഥിൻ്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ ഒന്നും നിലപാട് പറയേണ്ടതില്ല, അതെല്ലാം തന്നെ കെ സിക്കൊപ്പമാണ്. അപ്പോൾ കെ സി ഏതാണ്ട് ഈ പറയുന്ന പാർലമെൻ്ററി പാർട്ടിയിലും അതുപോലെ തന്നെ ഈ നേതാക്കളുടെ ഇടയ്ക്കുള്ള പരിഗണനയിലും അവരുമായിട്ടുള്ള ചർച്ചകൾക്കിടയിലും ഒക്കെ തന്നെ വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. കെ സി വേണുഗോപാൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കാനിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, വി ഡി സതീശൻ മന്ത്രിസഭയിലേക്കില്ല എന്ന് പറയുന്ന ഒരു ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ കൂടി ഒന്ന് മയപ്പെടുത്താൻ കഴിഞ്ഞാൽ, വി ഡി സതീശൻ ഒരു വലിയ പോർട്ട്ഫോളിയോയിൽ മന്ത്രിസ്ഥാനം കൂടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് രമേശ് ചെന്നിത്തല കൂടി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരും. ആ പ്രഖ്യാപനം ഇന്നോ അല്ലെങ്കിൽ നാളെയോ എന്നുള്ളത് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. നമ്മുടെ ചാനലിനെ കുറിച്ച് ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കേൾക്കേണ്ട. ബാക്കി നമ്മുടെ ചാനലിനെ കുറിച്ചുള്ളൊരു കാര്യം കൂടിയാണ്. ചാനലിൽ നിങ്ങളിൽ നിരവധി പേര് ഇതിനകം തന്നെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരോടെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ ഇനി ആർക്കെങ്കിലും അത്തരത്തിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെവൽ 1 എന്ന് പറയുന്നത് 179 രൂപയാണ്, ലെവൽ 2 359 രൂപയാണ്, ലെവൽ 3 എന്ന് പറയുന്നത് 799 രൂപയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ലെവലുകളുണ്ട്. ആ ലെവലുകളുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് മന്ത്ലി ഉള്ളൊരു സബ്സ്ക്രിപ്ഷനാണ്. ഇങ്ങനെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഞാൻ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് പറയട്ടെ. പക്ഷേ സത്യസന്ധമായി വാർത്തകൾ പറയുന്ന ഒരു ചാനൽ ഇവിടെ നിലനിൽക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി രണ്ടാമതൊരു കാര്യമുള്ളത്, ഇതല്ല നിങ്ങൾക്ക് ഒരൊറ്റ തവണത്തേക്ക് കുറച്ചുകൂടി വലിയ തോതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ഈ ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ അസന്നിഗ്ധമായി പറയുന്നു, കെ സി വേണുഗോപാലിനെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. ആ കൺഫ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ചർച്ചകൾ ഇനിയും നടന്നേക്കും. അവസാന നിമിഷത്തിലേക്ക് ഏതെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ മാറ്റമുണ്ടായില്ലെങ്കിൽ ഉറപ്പായിട്ടും തന്നെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടി കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കെട്ടടങ്ങുകയും വലിയ ഇത്തരത്തിൽ പ്രതിഷേധക്കാരൊക്കെ തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് ആണെന്ന് നമുക്കറിയാം. ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെ കെട്ടടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.